സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാനൊരുങ്ങി കെ സച്ചിദാനന്ദൻ. രാജി ഇന്നുണ്ടായേക്കുമെന്ന സൂചന. ഇടതുപക്ഷത്തെ മനുഷ്യർ തന്നെയാണ് ഇടതുപക്ഷത്തിനെതിരെ വോട്ട് ചെയ്തത്. പാർട്ടിക്കുള്ളിലും വലതുപക്ഷ അനുഭാവികൾ ഉണ്ടെന്നും സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ സച്ചിദാനന്ദൻ പറഞ്ഞു. വാർത്തയുടെ വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നു. സാനു, സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാനൊരുങ്ങുകയാണല്ലോ കെ സച്ചിദാനന്ദൻ. എന്ത് സാഹചര്യത്തിലാണ് ഈ നിലപാടിലേക്ക് കടന്നിരിക്കുന്നത് അദ്ദേഹം? രോഹിണി, ഇതിനു മുൻപ് അതായത് ഈ തെരഞ്ഞെടുപ്പൊക്കെ വരുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അതിരൂക്ഷമായിട്ടുള്ള വിമർശനവുമായി സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് അതേപോലെ തന്നെ സർക്കാർ മാറണം, മൂന്നാം പിണറായി സർക്കാർ ഉണ്ടാവരുത് എന്നുള്ളൊരു നിലപാടെടുത്ത ആളാണ് സച്ചിദാനന്ദൻ. ആ കവി സച്ചിദാനന്ദൻ ഇപ്പോൾ സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ ഒരുങ്ങുകയാണ്. തെരഞ്ഞെടുപ്പിൽ പാർട്ടി പരാജയപ്പെടുന്നു. ഒപ്പം തന്നെ ഇനിയും ആ ചുമതലയിൽ തുടരാൻ താൻ അർഹനല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു നിലപാടെടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം ഇടതുപക്ഷ സർക്കാരാണ് കെ സച്ചിദാനന്ദനെ സാഹിത്യ അക്കാദമി പ്രസിഡന്റായിട്ട് നിയമിച്ചിട്ടുള്ളത്, ആ നിയമനം നൽകിയിട്ടുള്ളത്. ആ നിയമനം, ഈ ഒരു പ്രഖ്യാപനം, അതായത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സർക്കാർ മാറണമെന്നുള്ളൊരു നിലപാട് തുടർന്ന് CPM-ന്റെ സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് CPM-ന്റെ ജില്ലാ സെക്രട്ടറി, തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി അടക്കം വന്ന് അദ്ദേഹവുമായിട്ട് സംസാരിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ പിന്നെയും ആ ഒരു കാലാവധി നീട്ടി നൽകിയിരുന്നു. എന്തായാലും സർക്കാർ മാറിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് കെ സച്ചിദാനന്ദൻ സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ ഒരുങ്ങുന്നത്. ഇന്ന് തന്നെ രാജി ഉണ്ടാകുമെന്നാണ് അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ, അതിലുള്ള കുറിപ്പിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനൊപ്പം തന്നെ സുപ്രധാനമായിട്ടുള്ള ചില രണ്ട് നിരീക്ഷണങ്ങൾ അദ്ദേഹം ആ ഒരു കുറിപ്പിൽ പങ്കുവച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തെ മനുഷ്യർ തന്നെയാണ് ഇടതുപക്ഷമല്ലാതായി എന്ന തിരിച്ചറിവ് കൊണ്ട് ഇടതുപക്ഷത്തിനെതിരെ വോട്ട് ചെയ്തത്. അതായത് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് മറ്റാരുമല്ല CPM-നെതിരെ പ്രവർത്തിച്ചതും വോട്ട് ചെയ്തതും പാർട്ടി അണികളും പാർട്ടി പ്രവർത്തകരും തന്നെയാണ്. ഇടതുപക്ഷത്തിന്റെ മൂല്യച്യുതികൾ ഉണ്ടായതിനെ തുടർന്ന് ഇടതുപക്ഷമല്ലാതെ ആയതിനെ തുടർന്ന് ഇടതുപക്ഷത്തിന്റെ സ്വത്വം ഇല്ലാതായതിനെ തുടർന്ന് ആ ഒരു നിലപാടെടുത്തത്. ഇടതുപക്ഷത്തിനെതിരെ വോട്ട് ചെയ്യുന്ന, ഇടതുപക്ഷത്തെ വോട്ട് ചെയ്ത് തോൽപ്പിക്കുന്ന നിലപാടെടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ കേരളത്തിൽ മത്സരിച്ചിട്ടുള്ളത് രണ്ട് വലതുപക്ഷ പാർട്ടികളാണ് എന്ന് ശരിയായ ഇടതുപക്ഷമില്ല. അതായത് രണ്ട് വലതുപക്ഷ പാർട്ടികൾ മാത്രമാണ് കേരളത്തിൽ ഭരിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം ഇതിനകത്ത് അതിരൂക്ഷമായിട്ടുള്ള ഭാഷയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇടതുപക്ഷത്തിൻ്റെ നിലപാടുകളിൽ നിന്നും ഇടതുപക്ഷത്തിൻ്റെ അവരുടെ ആശയങ്ങളിൽ നിന്നും വ്യതിചലിച്ച് പോയിരിക്കുന്നു പാർട്ടി. ആ വ്യതിചലനം ഉണ്ടായതിനെ തുടർന്നാണ് ഇടതുപക്ഷത്തെ ആളുകൾ തന്നെ പാർട്ടിനെ പരാജയപ്പെടുത്തിയതെന്നാണ് കെ സച്ചിദാനന്ദൻ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഇനി ആ ചുമതലയിൽ തുടരാൻ ഇല്ല എന്നുകൂടി അദ്ദേഹം പരോക്ഷമായി വ്യക്തമാക്കുന്നുണ്ട്. രാജി ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലെ കമന്റിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. അല്പസമയം മുമ്പ് സച്ചിദാനന്ദന്റെ വീട്ടിലെത്തിയപ്പോൾ സച്ചിദാനന്ദൻ ആശുപത്രിയിലേക്ക് പോയിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ വ്യക്തമാക്കിയത്. എന്നാൽ സ്വന്തം വാഹനത്തിലല്ല പോയിരിക്കുന്നത്, സാഹിത്യ അക്കാദമിയുടെ വാഹനത്തിനാണ് പോയിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം സാഹിത്യ അക്കാദമിയിൽ എത്തിയതിനു ശേഷം രാജി വയ്ക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.